എന്താണെന്ന് വെച്ചാൽ ഇവിടെ അലിഫ് സാക്കിനാണ്. തൊട്ട് പിന്നിൽ വന്ന അക്ഷരം അതും സുക്കൂൻ തന്നെയാണ്. തൊട്ടിൽ പിന്നിൽ വന്ന അക്ഷരം അതും സുക്കൂനാണ്. ഒരുപാട് സുക്കൂനുകൾ അടുത്ത് വരുന്നത് കൊണ്ട് കൺഫ്യൂഷൻ വേണ്ട എന്ന് വിചാരിച്ച് ഇവിടെ സുക്കൂൻ ആ നീളമുള്ള 0 കൊടുക്കാൻ പാടില്ല. കാരണം കൺഫ്യൂഷൻ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നിയമം ഒന്ന് തന്നെയാകുന്നു. ഈ അലിഫിന്റെ സുക്കൂനിൽ ഈ അലിഫിന്റെ പിന്നിൽ വരുന്ന അക്ഷരം സാക്കിനായതുകൊണ്ട് സുക്കൂനായതുകൊണ്ട് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ട് ഇതിന് സുക്കൂൻ കൊടുക്കരുത് എന്നാകുന്നു തജ്വീദ് നിയമം. പക്ഷെ നിയമം ഒരേപോലെ തന്നെ, അതായത് ഈ അലിഫിനെ ഉച്ചരിക്കാൻ പാടില്ല. ഫഅദല്ലൂന സബീല. ഇതിന് അലിഫാത്തു സബ്അ എന്ന് പറയാറുണ്ട്. 7 സൈസ് അലിഫുകൾ. ഇത് പരിശുദ്ധ ഖുർആനിൽ 7 സ്ഥലത്ത് കാണാം. സൂറത്തുൽ കഹ്ഫിലെ 34-38 ആയത്തുകളിലും സൂറത്തുൽ അഹ്സാബിലെ 10, 66, 67 ആയത്തുകളിലും സൂറത്തു ദഹറിലെ 4, 15 എന്നീ ആയത്തുകളിലും ഈ വൃത്തത്തെ കാണാൻ സാധിക്കും. ഏത്? അലിഫിന്റെ മുകളിൽ കാണുന്ന കുത്തൽ നിൽക്കുന്ന വൃത്തം. ഇത് വഖഫിൽ വന്നാൽ ഉച്ചരിക്കണം, ചേർത്തി ഓതുമ്പോൾ വസ്ലിൽ വന്നാൽ ഉച്ചരിക്കാൻ പാടില്ല എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇനി ശ്രദ്ധിച്ചു നോക്കൂ. ഇങ്ങനൊരു അക്ഷരം ഖുർആനിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഇങ്ങനെ ഒരു അലിഫിനെ ഖുർആനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഇതിന്റെ പ്രത്യേക ഷേപ്പ് തന്നെ നോക്കൂ. ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല എന്താന്നുള്ളത്. എന്നാ നോക്കൂ. ഇപ്പൊ നമുക്ക് മനസ്സിലായി അതൊരു വാളാണെന്ന്. ഒരു കത്തിയുടെ ഷേപ്പിലുള്ള ഒരു അലിഫ്. പക്ഷേ കത്തിക്ക് പിടി ഉണ്ടാവില്ല എന്ന് മാത്രം, ഇത്രയും ഉണ്ടാവും. കത്തിക്ക് അറബിയിൽ പറയൽ ഖൻജർ എന്നാണ്. വാളാണെങ്കിൽ സ്വൈഫ് എന്ന് പറയും. സാധാരണ കത്തിയാണെങ്കിൽ സിക്കീൻ എന്ന് പറയും. എന്നാൽ ഇതിന്റെ പേര് ഖൻജർ എന്നാണ്. കട്ടാരക്കത്തി. ഇതൊരു അലിഫാണ്. അൽ അലിഫുൽ ഖൻജരിയ എന്ന് പറയും. ഇത് സാധാരണ വരാറുള്ളത്, ഇത് നമ്മൾ മാലിക്കി എന്നാണ് വായിക്കാറുള്ളത്. പക്ഷേ ഇവിടെ മാലിക്കി എന്ന് വായിക്കണമെങ്കിൽ ഈ ഫതഹിനെ നീട്ടാൻ ഇവിടെ അലിഫ് ഇല്ല. അപ്പോൾ ഫതഹിനെ നീട്ടാൻ അലിഫ് ഇല്ലാത്ത സ്ഥാനത്ത് താൽക്കാലികമായി കൊടുക്കുന്ന ഒരു ചിഹ്നമാകുന്നു അലിഫുൽ ഖൻജരിയ. അതിന് അല്പൊരു വളവുണ്ടായിരിക്കും. ഫതഹിനെ നീട്ടാൻ അക്ഷരം ഇല്ലാത്ത സ്ഥലങ്ങളിൽ താൽക്കാലികമായി നീട്ടാൻ കൊടുക്കുന്ന ഒരു ചിഹ്നമാകുന്നു അലിഫുൽ ഖൻജരിയ. വേറെ ഉദാഹരണം നോക്കൂ. റാലിക്കൽ കിതാബു എന്നാണ്. ഇവിടെയും റാലിക്ക എന്ന ഫതഹിനെ നീട്ടാനുള്ള അക്ഷരം ഇല്ല. ഇവിടെ കിതാബ് എന്ന താഴിന്റെ ഫതഹ, ഇതിനെ നീട്ടാനുള്ള അലിഫും ഇല്ല. അതുകൊണ്ട് താൽക്കാലികമായി നമ്മൾ അവിടെ കൊടുക്കുന്ന ഒരു അലിഫാണ് അലിഫുൽ ഖൻജരിയ. അലിഫുൽ ഖൻജരിയ. എന്നാൽ മറ്റൊരു അലിഫ്, വാല് മുറിഞ്ഞ സ്വാദ് അലിഫിന്റെ മുകളിൽ കണ്ടാൽ അതിന്റെ പേര് അൽ ഹംസത്തുൽ വസ്ൽ എന്നാണ്. അൽ ഹംസത്തുൽ വസ്ൽ. വസ്ൽ എന്ന വേർഡിന്റെ ഷോർട്ട് ഫോം ആണ് ഏത്? ഈ വാല് മുറിഞ്ഞ സ്വാദ്. അത് വാല് മുറിഞ്ഞ രൂപത്തിലാണ് കാണാറുള്ളത്. ഇതിന്റെ പേരാണ് അൽ ഹംസത്തുൽ വസ്ൽ. ഈ ഹംസത്തുൽ വസ്ലിന് ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷേ വളരെ സംക്ഷിപ്തമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് നടത്തുന്നതുകൊണ്ട് വിശദമായിട്ട് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. തൽക്കാലം പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഇദശംസു കുവ്വിറത്ത് നാം കേട്ടിട്ടുണ്ട്. ഇദശംസു എന്ന് എഴുതുമ്പോൾ ഇവിടെ വാല് മുറിഞ്ഞ സ്വാദ് അലിഫിന്റെ മുകളിൽ കാണാം. ഇതാകുന്നു ഹംസത്തുൽ വസ്ൽ. ഈ ഹംസത്തുൽ വസ്ലിന്റെ തൊട്ട് മുന്നിൽ ദീർഘാക്ഷരം കണ്ടാൽ ഇപ്പൊ എന്താണ്? ഇദാ പ്ലസ് അശംസു എന്നാണ്. കൂട്ടി വായിക്കുമ്പോൾ ഇദശംസു എന്ന് വായിക്കും. ഈ ഹംസത്തുൽ വസ്ലിന്റെ തൊട്ട് മുന്നിൽ ദീർഘാക്ഷരം വന്നാൽ അതിനെ ചേർത്തി ഓതുമ്പോൾ നമ്മൾ ദീർഘാക്ഷരത്തെ കട്ട് ചെയ്യണമെന്ന്, ഉച്ചരിക്കാൻ പാടില്ല.
കട്ട് ചെയ്യുന്നത് ഉച്ചരിക്കാൻ പാടില്ല. പിന്നെയോ ചേർത്തി ഓതുന്ന സമയത്ത് ഹംസത്തുൽ വസ്ൽ വന്നാൽ അതിനെയും കട്ട് ചെയ്യണം എന്നാണ്. പിന്നെ ലാമാണുള്ളത്. ഈ ലാമ് അതിന്റെ നിയമം നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ വിശദമായി സംസാരിക്കാം. ഇപ്പോൾ ഈ ലാമിന് ഹർക്കത്തുകളൊന്നുമില്ല, അതുകൊണ്ട് അത് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വായിക്കാം ഇദ ശംസു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇതാ ഹംസത്തുൽ വസ്ലിന്റെ തൊട്ട് മുന്നിൽ ദീർഘാക്ഷരം വന്നാൽ അതിനെ ഉച്ചരിക്കാൻ പാടില്ല. ചേർത്തി ഓതുന്ന സമയത്ത് ഹംസത്തുൽ വസ്ൽ വന്നാൽ അതിനെയും ഉച്ചരിക്കാൻ പാടില്ല. പിന്നെ ലാമാണ്. ഈ ലാമിനെ ഈ ഷീൻ എന്ന് പറഞ്ഞാൽ അത് അൽ ഹർഫ് ശംസിയ എന്ന് പറയും. ശംസിയ അക്ഷരത്തിൽ പെട്ടതായതുകൊണ്ട് ലാമിനെ ഈ ശംസിയ അക്ഷരത്തിൽ ഇൻക്ലൂഡ് ചെയ്തു, ഇരട്ടിപ്പിച്ചു. അത് ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം, ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ ഈ രണ്ട് അലിഫും കട്ട് ചെയ്തു, അപ്പോൾ ഇദശംസു നമുക്ക് സുഖമായിട്ട് ഓതാൻ സാധിക്കും. അതാണ് ഹംസത്തുൽ വസ്ലിന്റെ ഒരു നിയമം. യൗമഇദിൻ പ്ലസ് അൽ മുസ്തഖർ എന്ന് കൂട്ടി പറയുമ്പോൾ അൽ യൗമഇദിനിൽ മുസ്തഖർ എന്നാണ്. അതായത് ഇതാണ് ഹംസത്തുൽ വസ്ൽ. ഹംസത്തുൽ വസ്ലിന്റെ തൊട്ട് മുന്നിൽ തെൻവീൻ വന്നാൽ ഇതാണ് തെൻവീൻ. സാധാരണ ഫതഹ് തെൻവീൻ, കസ്ർ തെൻവീൻ, ലൊമ്മ് തെൻവീൻ, ഇങ്ങനത്തെ 3 സൈസ് തെൻവീനുകളുണ്ട്. ഇവിടെ ഹംസത്തുൽ വസ്ലിന്റെ തൊട്ട് മുന്നിൽ തെൻവീൻ വന്നാൽ ഈ തെൻവീനിനെ കസ്റുള്ള നൂനാക്കി മാറ്റണം എന്ന നിയമം. കസ്റുള്ള നൂനാക്കി മാറ്റണം. ഇപ്പൊ എന്താ വായിക്കാം? യൗമഇദിനിൽ മുസ്തഖർ, യൗമഇദിനിൽ മുസ്തഖർ. അപ്പോൾ ഹംസത്തുൽ വസ്ലിന്റെ 2 നിയമം. ഇനി മൂന്നാമത്തെ ഒരു നിയമം ഹുവസ് സമീഉൽ ബസീർ. ഇവിടെയും അതാ ഹംസത്തുൽ വസ്ലിനെ കാണാം. നേരത്തെ നമ്മൾ പറഞ്ഞു ഹംസത്തുൽ വസ്ലിന്റെ തൊട്ട് മുന്നിൽ ദീർഘാക്ഷരം കണ്ട ദീർഘാക്ഷരത്തെ കട്ട് ചെയ്യണം. പിന്നെ പറഞ്ഞു ഹംസത്തുൽ വസ്ലിന്റെ തൊട്ട് മുന്നിൽ തെൻവീൻ വന്നാൽ തെൻവീനിനെ സുക്കൂനുള്ള നൂനാക്കി മാറ്റണം. മൂന്നാമത് ഹംസത്തുൽ വസ്ല് ഒരു ആയത്തിൽ വന്നു കഴിഞ്ഞാൽ, ആയത്തിന്റെ നടുവിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ചേർത്തി ഓതുമ്പോൾ അതിനെയും ഒഴിവാക്കിയിട്ടാണ് ഓതേണ്ടത്. ഹുവസ് സമീഉൽ അലീം. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഹംസത്തുൽ വസ്ലിനെ സംബന്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. അത് വലിയൊരു ഇൽമ് തന്നെയാണ്. ഇനി നമുക്ക് മറ്റൊരു അടയാളത്തെ സംബന്ധിച്ച് ചിന്തിക്കാം. നിങ്ങൾ ആരെങ്കിലും ഖുർആനിൽ ഇങ്ങനൊരു ചിഹ്നം കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ചില ഖുർആനിൽ ഒരു സ്ഥലത്തും, ഇപ്പോൾ സൗദിയിൽ നിന്ന് വരുന്ന വലിയ ഖുർആനിൽ 2 സ്ഥലത്തും ഇതിനെ കാണാം. സൂറത്ത് യൂസുഫിലെ 11ാമത്തെ ആയത്തിൽ ഈ അടയാളത്തെ നമുക്ക് കാണാം. ഇവിടെ ശ്രദ്ധിക്കാം, മാ ലക ലാ തമന്ന എന്നാണ് എഴുതിയത്. ഇവിടെ ഈ അടയാളത്വം, ഈ ചതുരപ്പുള്ളിയുടെ അർത്ഥം ഇവിടെ ഒറിജിനൽ ലാ തമന്നുന എന്നാണ്. ഇവിടെ നൂനിന് ഒരു സുക്കൂനാണ്. ഈ സുക്കൂൻ ഉസ്മാൻ അഫ്ഫാന്റെ കാലത്ത് ഖുർആൻ എഴുതപ്പെട്ടപ്പോൾ ആ സുക്കൂൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, എഴുതപ്പെട്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു സുക്കൂൻ ഉണ്ട്. ഇല്ലാത്ത സുക്കൂൻ നമുക്ക് എഴുതി ചേർക്കാനുള്ള അധികാരമുണ്ടോ? അതില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? പണ്ഡിതന്മാർ സ്വീകരിച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ട ലൊമ്മിനെ ചുണ്ടിന്റെ ആക്ഷനിലൂടെ കൊണ്ടുവരണം എന്നാണ്. മാലക ലാ തമന്നുന എന്ന് പറയുന്നതിന് ബദൽ മാലക ലാ തമന്ന, മാലക ലാ തമന്ന, തമന്ന, തമന്നുന എന്ന് പറയുന്നതിന് ബദൽ ചുണ്ടിലെ ആക്ഷനിലൂടെ അത് ഇഷ്മാം ചെയ്യണം എന്ന നിയമം. ഇഷ്മാം. എന്നാൽ ഇതേ ചിഹ്നം തന്നെ സൂറത്തുൽ ഹൂദിലെ 41ാമത്തെ ആയത്തിൽ കാണാം. ബിസ്മില്ലാഹി മജ്രേഹ എന്നുള്ള സ്ഥാനത്ത് ഈ റാഇന്റെ അടിയിൽ കാണാം ആ ചതുരപ്പുള്ളി. ഇവിടെ റാഇന് ഫതഹുമില്ല, കസ്റുമില്ല. റായിന്റെ ശേഷം യാഉമല്ല, അലിഫുമല്ല. ഈ രൂപത്തിൽ
കണ്ടപ്പോൾ ഇതിനെ പണ്ഡിതന്മാർ ഉച്ചരിക്കുന്നത് ഇതിനെ അല്പം ഇമാലത്തോട് കൂടിയാണ് യകാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ബിസ്മില്ലാഹി മജ്റേഹ വ മുർസാഹ, ബിസ്മില്ലാഹി മജ്റേഹ വ മുർസാഹ. ഇവിടെയും ഈ ചതുരപ്പുള്ളിയെ കാണാം. ഇത് ഇപ്പോൾ സൗദിയിൽ നിന്ന് ഇറങ്ങുന്ന പുതിയ മുസ്ഹഫുകളിൽ ഇതിന് ബദൽ ഇവിടെ കറുത്ത പുള്ളി ആയിരിക്കും. അതുകൂടി ഇതിനെ കൂടെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ചതുരപ്പുള്ളി കണ്ടാൽ സൂറത്തുൽ യൂസുഫിലെ 11-ാമത്തെ ആയത്തിൽ അവിടെ ഇഷ്മാം ചെയ്തുകൊണ്ടും സൂറത്തുൽ ഹൂദിലെ 41-ാമത്തെ ആയത്തിൽ ഇവിടെ ഇമാലത്ത് ചെയ്തുകൊണ്ടുമാണ് ഓതേണ്ടത്. എന്നാൽ മറ്റൊരു ചിഹ്നം ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ കാണാം ഖുറാനിൽ. നമ്മളാരും ഇത് അത്ര ശ്രദ്ധിക്കാറില്ല. യഥാർത്ഥത്തിൽ ഇതാകുന്നു സുക്കൂൻ. നമ്മുടെ ധാരണയിൽ നമ്മൾ പണ്ട് പഠിച്ചത് ഇതാണ് സുക്കൂൻ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന മുസ്ഹഫ് അതാണ് നാം ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതിൽ ഇങ്ങനത്തെ ഒരു വൃത്തം കാണാൻ സാധ്യമല്ല. ബദൽ അതിനിപ്പോൾ ഇതാണ് പുള്ളി നഷ്ടപ്പെട്ട വാല് മുറിഞ്ഞ ഖാഇന്റെ തല എന്നാണ്. വാലില്ലാത്ത പുള്ളിയില്ലാത്ത ഖാഇന്റെ തല എന്ന് അതിന് പറയാ. റഅ്സുൽ ഖാ ബിദുൻ നുഖ്ത എന്നാണ് ഇതിനെപ്പറ്റി ഈ ഖുർആന്റെ അവസാന ഭാഗങ്ങളിലൊക്കെ കാണുന്നത്. റഅ്സുൽ ഖാ ബിദുൻ നുഖ്ത, ഖാഇന്റെ തല പുള്ളിയില്ലാത്തത് എന്ന്. എന്തിനാ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം? ശ്രദ്ധിക്കൂ. ഖാ എന്ന് പറഞ്ഞാൽ ഖാലി എന്നാണ്. ഖാലി എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ 0 എന്ന് പറഞ്ഞാൽ അത് ഖാലിയാണ്, കാലിയാണ്, ഒന്നുമില്ല. അതുകൊണ്ട് ആ ഖാലിയെ സൂചിപ്പിക്കുന്നു ഈ ഖ. എഴുത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ഇതിന്റെ വാലും പുള്ളിയും നഷ്ടപ്പെട്ടു, ഒഴിവാക്കിയതാണ്. അപ്പോൾ ഈ രണ്ടും ഒഴിവാക്കി. ഇതാണ് യഥാർത്ഥത്തിൽ സുക്കൂൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും സുക്കൂൻ ഉണ്ടാവുക. നമ്മുടെ ഈ റൗണ്ട് ഇപ്പോൾ കാണുകയില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. സുക്കൂൻ. എന്നാൽ ഇനി മറ്റൊരു അലിഫ് ശ്രദ്ധിക്കാം. അലിഫിന്റെ മുകളിൽ കറുത്ത പുള്ളി. ഖുർആനിൽ എവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ പുള്ളിയെ കാണാം എവിടെ നോക്കിയാലെന്ന് വെച്ചാൽ ഷെയ്ഖ് വർഷ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഖുർആൻ കാണാം സൗദി അറേബ്യയിൽ. ഇപ്പോൾ നാം ഫോളോ ചെയ്യുന്ന ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഹഫ്സുൻ അൻ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആനാണ്. നാം ഫോളോ ചെയ്യുന്നത് ഹഫ്സ് റളിയല്ലാഹു ഖിറാഅത്താണ്. ആ ഖിറാഅത്ത് പ്രകാരം ഖുർആനിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഈ അടയാളം കാണുകയുള്ളൂ. സൂറത്തുൽ ഫുസ്സിലത്തിലെ 44-ാമത്തെ ആയത്തിൽ കാണാം ഈ അടയാളം. നോക്കൂ, ഇങ്ങനെ അടയാളം കാണാം. ഇതെങ്ങനെ വായിക്കാം? ഇത് ഹംസയാണ്, ഇത് അലിഫാണ്. ഈ ഹർക്കത്ത് കണ്ടാൽ ഇതിന്റെ പേര് ഇത് രണ്ട് രൂപത്തിൽ എഴുതാം. അലിഫിട്ടിട്ടും എഴുതാം, അങ്ങനെ എഴുതാം. ഹർക്കത്തിട്ട് കണ്ടാൽ ഇത് അലിഫാണ്, അല്ല ഹംസയാണ്. ഹർക്കത്ത് ഇടാതെ കണ്ട ഇത് അലിഫുമാണ്. ഈ അലിഫ് എന്ന് പറഞ്ഞ സാധനം നീട്ടാൻ മാത്രം, അകാരത്തെ ഫതഹിനെ നീട്ടാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കൂ. വേറെ ഒന്നിനും അത് പറ്റില്ല. എന്നാൽ ഇവിടെ ഹംസയുമല്ല അലിഫുമല്ല. ഹംസ എന്ന് പറഞ്ഞാൽ അ എന്ന് ഉച്ചരിക്കലാണ്. പിന്നെ അലിഫോ അത് നീട്ടാൻ ഉച്ചരിക്കുന്നതുമാണ്. ഇത് രണ്ടുമല്ലാത്ത, ഇത് രണ്ടിലും ഇടയിലുള്ള ഒരു സ്വരമാണ്. അലിഫിന്റെയും ഹംസയുടെയും ഇടയിലുള്ള ഒരു സ്വരമാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. അതായത് തസ്ഹീലാക്കി ഓതുക. എങ്ങനെയാണത്? അഅ്ജമിയുൻ എന്നാണ് ഇവിടെ തിരൂരങ്ങാടി മുസ്ഹഫ് പ്രകാരം നോക്കുകയാണെങ്കിൽ എഴുതിയതും വായിക്കുന്നതും അങ്ങനെ. പക്ഷെ തെറ്റാണ്. ഇവിടെ ആഴ്ജമിയും എന്ന് ഓതാൻ പാടില്ല, അഅ്ജമിയുൻ എന്ന് ഓതാൻ പാടില്ല. മറിച്ച് അതിന് രണ്ടിന്റെയും ഇടയിലുള്ള സ്വരം. ഏതുപോലെ ഒരു ഒഴുക്കൻ മട്ടിൽ അഅ്ജമിയുൻ, അഅ്ജമിയുൻ അം അറബിയുൻ, അഅ്ജമിയുൻ. അതിനെ അധികം നീട്ടാനും പാടില്ല, അധികം കുറുക്കാനും പാടില്ല. ഒരു തസ്ഹീലായിട്ട് ഒരു ഒഴുക്കൻ മട്ടില ഓതി പോകേണ്ടതാണ്. അതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ലാമ് ഖുർആൻ പാരായണത്തിന്റെ ഇടയിൽ
ആയത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും അതുപോലെ നടുക്കും അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് കാണാൻ സാധിക്കും. ഈ ലാമ് ആയത്തിൻ്റെ അവസാനത്തിൽ കണ്ടാൽ ഇതുപോലെ ഫവൈലുൽ മുസല്ലീൻ എന്ന ആയത്തിൻ്റെ അവസാനത്തിൽ ഈ ലാമ് കണ്ടാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ആശയം പൂർണ്ണമായിട്ടില്ല, പിന്നിൽ അതിൻ്റെ ബാക്കി വരുന്നുണ്ട് എന്നാണ് അർത്ഥം. എന്നാൽ ഒരു ആയത്തിൻ്റെ നടുവിലാണ് ഈ ലാമ് വന്നതായി കണ്ടാൽ അവിടെ നിർത്താൻ പാടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് മീമ്. ഈ മീമിൻ്റെ പേര് അൽ മീമുൽ മബ്സൂത്ത എന്നാണ്. അൽ മീമുൽ മബ്സൂത്ത. ഈ മീമിൻ്റെ പ്രത്യേകത വാല് ഇങ്ങനെ നീണ്ടതായിരിക്കും. എന്നാൽ മറ്റു ഷേപ്പിൽ ഒരു മീമിനെ ഇങ്ങനെ കാണാം ഖുറാനിൽ. ഇതിൻ്റെ അർത്ഥം ഒന്ന് വേറെ, ഇതിൻ്റെ അർത്ഥം ഒന്ന് വേറെ. ഈ മീമ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ചേർത്തി ഓതാൻ പാടില്ല, വഖഫ് ചെയ്യാൻ നിർബന്ധമാകുന്നു. ഇവിടെ വഖഫ് ചെയ്തിട്ടില്ലെങ്കിൽ അബദ്ധജടിലമായ പല ആശയങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഖുർആനിൽ തന്നെ പറയുന്നു, ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊൻ, ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊൻ വൽ മൗത യബ്അഥുഹുമുല്ലാഹ്. അർത്ഥം ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊൻ, വിളി കേൾക്കുന്ന ആളുകൾ ഉത്തരം ചെയ്യും. വൽ മൗത, മരിച്ചവരും. അപ്പോൾ മരിച്ചവർ ഉത്തരം ചെയ്യും എന്ന് വരും ഇവിടെ ഈ മീമിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പാരായണം ചെയ്താൽ. നേരെ മറിച്ച് ഈ മീമ് വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊൻ എന്ന് പറഞ്ഞാൽ വിളി കേൾക്കുന്നവർ ഉത്തരം ചെയ്യും. പിന്നെ അവിടുത്തെ സെന്റൻസ് വേറെ, വൽ മൗത യബ്അഥുഹുമുല്ലാഹ്, മരിച്ചവർ ഖിയാമത്ത് നാളിൽ എഴുന്നേൽപ്പിക്കപ്പെടും എന്നാണ് യഥാർത്ഥ അർത്ഥം. അപ്പോൾ ഈ മീമ് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അബദ്ധങ്ങളായ പല അബദ്ധങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. സൂറത്തുൽ ബഖറയിലെ തിൽക്കർ റുസുൽ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ് എന്ന ആയത്തിലും കാണാം ഈ മീമിനെ. അവിടെ ആ മീമിനെ മൈൻഡ് ചെയ്യാതെ വിട്ടുകഴിഞ്ഞാൽ വലിയ അർത്ഥവ്യത്യാസം കാണാൻ സാധിക്കും. തിൽക്കർ റുസുലു, ആ പ്രവാചകന്മാർ, ഫദ്ദൽന, നാം അവരെ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു, ബഅദഹും അലാ ബഅദിൻ, ചിലരെ മറ്റു ചിലരേക്കാൾ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. മിൻഹും, അവരിൽപ്പെട്ടവരാണ് മൻ കല്ലം അല്ലാഹ്, അള്ളാഹുമായിട്ട് സംസാരിച്ചവർ. ഇതാണ് ആയത്തിന്റെ യഥാർത്ഥ അർത്ഥം. അവിടെ മീമിനെ കൂടാതെ ഒരു മീം ഇല്ലാത്ത രൂപത്തിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അർത്ഥം മാറും. അതായത് അള്ളാഹുമായി സംസാരിച്ച പ്രവാചകന്മാരിൽ ചിലരേക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്ന് വരും. വലിയ വ്യത്യാസമുണ്ട് അർത്ഥത്തിന്. അതുകൊണ്ട് ഈ മീം കണ്ടാൽ അൽ മീമുൽ മബ്സൂത്ത, വാല് നീണ്ട മീമിനെ കണ്ടാൽ അവിടെ നിർബന്ധമായിട്ടും വഖഫ് ലാസിം നിർത്തിക്കൊള്ളണം. ഖിലി, ശ്രിലി, ഇങ്ങനെ രണ്ട് അടയാളം കാണാം. ഖിലി, ശ്രിലി. ഖിലി എന്ന് പറഞ്ഞാൽ ഇത് ജായിസിന്റെ അടയാളം. സ്റ്റോപ്പ് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യലാണ് നല്ലത് എന്നതിനെ സൂചിപ്പിക്കുന്നു. വഖഫ് ജായിസ്, വഖഫ് ഔല. ഇതിനെ സ്റ്റോപ്പ് ചെയ്യൽ അനുവദനീയമാണ്, എന്നാൽ സ്റ്റോപ്പ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. നേരെ ശ്രിലി എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതലാകുന്നു ഇവിടെ നല്ലത്, വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇത് രണ്ടും ജായിസിന്റെ അടയാളങ്ങളാകുന്നു. അതുപോലെ തന്നെ ജീമ്, ഇതും ജായിസ് അനുവദനീയത്തിനെ സൂചിപ്പിക്കുന്നു. ഈ ജീമ് കണ്ടാലും അവിടെ നിർത്തുകയും നിർത്താതിരിക്കുകയും ചെയ്യാം. ഇങ്ങനെയെല്ലാം ചില അടയാളങ്ങൾ കൊടുക്കാൻ കാരണം വലിയ വലിയ ആയത്തുകളിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഖുർആൻ പണ്ഡിതന്മാർ, ഭാഷാ പണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന അടയാളങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് ഖുർആന്റെ ഇജാസിനെ തന്നെ കളങ്കം ചേർക്കുമാറ്, അല്ലെങ്കിൽ അതിൻ്റെ മാനുഷികത നഷ്ടപ്പെടുത്തുമാറ് ചില അബദ്ധങ്ങളെല്ലാം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് വലിയ വലിയ ആയത്തുകളിൽ അർത്ഥം വികലമാകാത്ത രൂപത്തിൽ, അർത്ഥം വികലമാകാത്ത സ്ഥാനങ്ങളിലാണ് ഇത്തരം അടയാളങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഇത്തരം അടയാളങ്ങൾ
പാലിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യലാകുന്നു ഏറ്റവും നല്ലത്. മറ്റൊരു ചിഹ്നം നോക്കൂ, 3 പുള്ളികൾ അടുത്തടുത്തായിട്ട്. ഇതും ജായിസിന്റെ അടയാളം തന്നെയാണ്. ഉദാഹരണമായിട്ട് ദാലിക്കൽ കിതാബു ലാ റൈബ് ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇവിടെ കാണാം ഈ പുള്ളി. ഇവിടെ 3 രൂപത്തിൽ പാരായണം ചെയ്യാം. അതായത് ഈ പുള്ളിക്ക് തആനുഖിൽ വഖഫ് എന്ന് പറയും, ആശ്ലേഷണം. അതായത് ദാലിക്കൽ കിതാബു ലാ റൈബ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. മറിച്ച് ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നെങ്കിലോ എന്നാൽ ഇവിടെ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ എവിടെ സ്റ്റോപ്പ് ചെയ്യാതെ പോവാം. ഉദാഹരണം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാലിക്കൽ കിതാബു ലാ റൈബ് ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇങ്ങനെ 3 രൂപത്തിലും ഓതാം. അപ്പോൾ ഈ ഭാഗത്ത് നിർത്തിയാൽ ഇവിടെ നിർത്താൻ പാടില്ല, ഇവിടെ നിർത്തിയാൽ ഇവിടെ നിർത്താൻ പാടില്ല, എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് മാത്രമേ നിർത്താൻ പാടുള്ളൂ. ഇതാണ് ഇതുകൊണ്ടുള്ള സൂചന. അപ്പൊ നോക്കൂ, ഒന്നാമത്തത് ആയത്തിൻ നടുവിൽ വന്നത് കണ്ടാൽ അത് നിർത്താതെ ഓതല് നല്ലതിലൊന്നാണ്. വാല് നീണ്ടൊരു മീം കണ്ടാൽ അതും ആയത്തിൻ മുകളിൽ കണ്ടാൽ വഖഫദിൽ വാജിബ്. സിലിയും ഖിലിയും കണ്ടാൽ പിന്നെ നിർത്തൽ വാജിബല്ല തന്നെ. സിലിയും ഖിലിയും വന്നാൽ പിന്നെ നിർത്തൽ വാജിബല്ല തന്നെ. ജായിസിന്റെ അടയാളം ജീമതി ചൊല്ലൽ ഹിതം പോലെ. നുഖ്തത്ത് 3 അടുത്തായി സ്ഥലം അത് 2 നിർത്താതെ ഓതല് ജായിസിലൊന്നായി. ഔ അവ്വലിൽ വഖഫും സാനിയിൽ മംനൂഉം ഔ സാനിയിൽ വഖഫും അവ്വലിൽ മംനൂഉം. ഇതാണ് അലാമാത്തുൽ വഖഫ്, വഖഫിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു വിശദീകരണം. ഇനി മറ്റു ചില അടയാളങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കുക. നാം പണ്ട് പറഞ്ഞു, ഖുർആനിൽ ഒരു ആയത്ത് കണ്ടാൽ പഴയ കാലത്തെ മുസ്ഹഫുകളിൽ ഇങ്ങനെ ഒരു വൃത്തം കാണാം. എന്നാൽ ഇപ്പോൾ ആ വൃത്തത്തിന് ചില ഡിസൈനുകളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ഡിസൈൻ വൃത്തം അദ്ദാഇറത്തുൽ മുഹല്ലാത്ത് എന്നാണ് അറബിയിൽ അതിന് പേര് പറയുക. ഇതിന്റെ അടിയിൽ നമ്പർ ഉണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് ഒരു നമ്പർ, ആയത്തിന്റെ നമ്പർ. ഇതിന്റെ ഉദ്ദേശം ഫുൾ സ്റ്റോപ്പ് ആകുന്നു എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയ സ്ഥലമാകുന്നു ഈ സ്ഥലം. ഇവിടെ നിർത്തൽ സുന്നത്തുമാകുന്നു. ഇതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ ഓരോ സ്റ്റോപ്പിലും ഈ അടയാളം കാണാം. അദ്ദാഇറത്തുൽ മുഹല്ലാത്ത്, ഡിസൈൻ വൃത്തം. അതിനുള്ളിൽ ആയത്തിന്റെ നമ്പറും ഉണ്ടായിരിക്കും. ഇവിടെ നിർത്തൽ സുന്നത്താകുന്നു. ഇങ്ങനെ ചില മുസ്ഹഫുകളിൽ ചില അടയാളങ്ങൾ കാണാം. അതായത് പരിശുദ്ധ ഖുർആൻ വേളയിൽ, പാരായണ വേളയിൽ കാണുന്ന സുജൂദിന്റെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ഈ സ്ഥാനം കണ്ടു കഴിഞ്ഞാൽ ഈ അടയാളത്തിന്റെ തൊട്ട് മുമ്പ് ആയത്തിന് മുകളിൽ ഒരു ലൈന് കാണാം. അതായത് സുജൂദ് ചെയ്യേണ്ട ആയത്തിന്റെ സ്ഥാനമാണ് ഈ സൂചിപ്പിക്കുന്നത് ഈ ലൈന്. അതായത് ഉസ്ജുദ് എന്നോ സജ്ജദ എന്നോ, ഇങ്ങനെ സജ്ജദ എന്ന പദപ്രയോഗം ഇവിടെ കാണാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അവസാനം ഈ അടയാളം കണ്ടാൽ ഇവിടെ സുജൂദ് ചെയ്തുകൊള്ളണം, അതും സുന്നത്താകുന്നു. ചില ഖുർആനിൽ കാണാം ഇങ്ങനെ ഒരു അടയാളം. പല മുസ്ഹഫുകളിലും പല രൂപത്തിലുള്ള ചിഹ്നങ്ങളാണ് കാണാറുള്ളത്. അതായത് ഒരു ജുസ് എന്ന് പറഞ്ഞാൽ 2 ഹിസ്ബാകുന്നു. ഒരു ജുസ് എന്ന് പറഞ്ഞാൽ അത് 2 ഹിസ്ബാകുന്നു.
അങ്ങനെയുള്ള ഒരു ഹിസ്ബിന്റെ 1/4 ഈ ചിഹ്നം സൂചിപ്പിക്കുന്നു. ഒരു ഹിസ്ബിന്റെ 1/4 സൂചിപ്പിക്കുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു ആയത്തിന്റെ പകുതിയെയും 1/4 ഭാഗത്തെയും 8/1 ഒരു ജുസിന്റെ ആരംഭത്തെയും ഈ ചിഹ്നം സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ചില തെൻവീനാണ്. ചില തെൻവീനുകൾ, ഇതാണ് തെൻവീൻ എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് ഈ തെൻവീനിന്റെ ഒരു വര മേലോട്ടും ഒന്ന് കീഴ്പോട്ടും കാണാം. ചിലപ്പോൾ ഈ ലൊമ്മിനെ ഒന്ന് മറച്ചിട്ടും കാണാം. ഇങ്ങനെ പല രൂപത്തിൽ തെൻവീന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ചെറിയൊരു വാവ്, ചെറിയൊരു യാ, ചെറിയൊരു നൂന്, ഇത്തരം ചെറിയ ചില അടയാളങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ വരാൻ പോകുന്ന മറ്റ് ക്ലാസ്സുകളിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻഷാ അല്ലാഹ് ആ ഭാഗം ചർച്ച ചെയ്യുമ്പോൾ അത് തുടരാം. ഇത് നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പോൾ തജ്വീദിന്റെ മർമ്മപ്രധാനമായ തഹ്സീനുൽ ഹുറൂഫിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഖുർആന്റെ പാരായണ വേളയിൽ കാണുന്ന പ്രധാനപ്പെട്ട ചില അടയാളങ്ങളെ സംബന്ധിച്ച് നാം അശ്രദ്ധയിലായി പോകുന്ന ചില അടയാളങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണം കേട്ട് കഴിഞ്ഞു. ഈ വിശദീകരണങ്ങളെല്ലാം തന്നെ വളരെ സംക്ഷിപ്തമായ വിശദീകരണങ്ങളാണ്. കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു ചൂണ്ടുപലക മാത്രമാകുന്നു ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും നേരം നാം സംസാരിച്ച വിഷയം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ശ്രദ്ധിക്കുക. ഇതാകുന്നു സുക്കൂൻ. റഅ്സുൽ ഖ ബിദുൻ നുഖ്ത, പുള്ളിയില്ലാത്ത ഖാഇന്റെ തല, ഇതാകുന്നു സുക്കൂൻ. നോക്കൂ, അം ഹിൽ ഹും, ഇതിന് മുകളിൽ കാണാം ഈ സുക്കൂന്റെ ചിഹ്നം. രണ്ടാമത്തെ ചതുര ചിഹ്നം, ചതുരപ്പുള്ളി. എന്ന സൂറത്തുൽ യൂസുഫിലെ 11-ാമത്തെ ആയത്തിലെ ഈ അടയാളം. സൂറത്ത് യൂസുഫിലെ 11-ാമത്തെ ആയത്തിലെ ചുണ്ടൽപ്പം കോട്ടിക്കൊണ്ടായിരിക്കണം അവിടെ ഉച്ചരിക്കേണ്ടത്. എന്നാൽ രണ്ടാമത്തെ സ്ഥാനം ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ എന്ന സ്ഥാനത്ത് ഈ റോയിന്റെ അടിയിലും കാണാം ആ പുള്ളിയെ. ഇവിടെ റോയിനെ ഇമാനത്ത് ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ എന്ന്. എന്നാൽ ഈ പുള്ളി, ഈ അടയാളം അദ്ദാഇറത്തുൽ ഖാലിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ചിഹ്നം വാവിന്റെയും അലിഫിന്റെയും യാഇന്റെയും മുകളിൽ കണ്ടാൽ അത് എക്സ്ട്രാ ഫിറ്റിംഗ് ആകുന്നു, ഏറെ അധികമായി വന്ന അക്ഷരമാകുന്നു, അത് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല എന്നതിനെ സൂചിപ്പിക്കുന്നു. അലിഫിന്റെ മുകളിൽ കാണുന്ന കുത്തനെ നിൽക്കുന്ന പൂജ്യം അദ്ദാഇറത്തുൽ ഖായിമത്തുൽ മുസ്തഖീല, ഇത് വഖഫിൽ സ്റ്റോപ്പിൽ കണ്ടാൽ അതിനെ ഉച്ചരിക്കണം. ഇതുപോലെ കാനത് ഖവാരീറോ, 2 മാത്രം നീട്ടി ഉച്ചരിക്കണം. എന്നാൽ ആയത്തിന്റെ നടുവിൽ കണ്ടാൽ, ഒരു പദത്തിന്റെ നടുവിൽ കണ്ടാൽ അതിനെ ഉച്ചരിക്കേണ്ടതില്ല. ഇതുപോലെ ലാകിന്നഹു വല്ലാഹ്. ചില മുസ്ഹഫുകളിൽ, നമ്മുടെ നാട്ടിലെ ചില മുസ്ഹഫുകളിൽ ഈ പൂജ്യത്തെ ഇവിടെ കാണുകയില്ല. അധികം ആളുകളും ലാകിന്നഹു വല്ലാഹ് നീട്ടിയാണ് ഓതാറുള്ളത്. ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക സ്ഥലമാകുന്നു ഇത്. അടുത്തത് അലിഫിന്റെ മുകളിൽ കാണുന്ന കറുത്ത പുള്ളി, ഇവിടെ തസ്ഹീലാക്കി ഓതണം എന്നാണ് ഇവിടെ നിയമം. അതായത് ഹംസയുടെയോ അലിഫിന്റെയും ഇടയിലുള്ള ഒരു സ്വരമാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. ആ എന്ന് പറയാനും പാടില്ല, ആ എന്ന് നീട്ടാനും പാടില്ല. അതിന് രണ്ടിലും ഇടയിലുള്ള ഒരു ഒഴുക്കൻ മട്ടിൽ, ഇതുപോലെ അഅ്ജമിയുൻ അം അറബിയുൻ, അഅ്ജമിയുൻ എന്ന് പറയുന്ന പോലെ. അതുപോലെ അലിഫ്, ഈ അലിഫ് എന്ന് പറഞ്ഞാൽ എഴുത്തിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ഈ ഇത്തരം ഇതിന്റെ ഒറിജിനൽ രൂപം എഴുതാൻ സാധിക്കാത്തത് കൊണ്ടാണ് സാധാരണ അലിഫാക്കി എഴുതിയത്. ഇതിന്റെ രൂപം ഇങ്ങനെയല്ല, ഒരു പിടിമുറിഞ്ഞ
കത്തിയുടെ രൂപമായിരിക്കും ഇതിനുണ്ടാവുക. ഇവിടെ കാണാം ദാലിക്കൽ കിതാബു എന്ന സ്ഥാനത്ത് ദാലിക്ക എന്ന ഈ ഫതഹിനെ നീട്ടാൻ ദാ എന്ന് നീട്ടാൻ അലിഫില്ല. അതുപോലെ കിതാബ് എന്ന് താവിന്റെ മുകളിലെ ഫതഹിദ ഇതിനെ നീട്ടാനും അലിഫില്ലാത്തത് കൊണ്ട് താൽക്കാലികമായി നാം കൊടുക്കുന്ന ഒരു അലിഫാകുന്നു അൽ അലിഫുൽ ഖൻജരിയ എന്ന് പറയുന്ന അലിഫ്. ഇതാകുന്നു ഹംസത്തുൽ വസ്ൽ, അലിഫിന്റെ മുകളിൽ കാണുന്ന വാല് മുറിഞ്ഞ സ്വാദ്. ആയത്ത് ചേർത്തി ഓതുമ്പോൾ ഹംസത്തുൽ വസ്ൽ വന്നു കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്യണം, അതിന് ഉച്ചരിക്കാൻ പാടില്ല എന്നാണ്, ഹദഫ് ചെയ്യണം. ഇതുപോലെ ഹുവസ്സമീഉൽ അലീം, ഹുവ പ്ലസ് അസ്സമീഉ പ്ലസ് അൽ അലീം എന്നാണ്. കൂട്ടി ഓതുമ്പോൾ ഹുവസ്സമീഉൽ അലീം എന്ന്. അടുത്തത് തെൻവീനാണ്. ലൊമ്മു തെൻവീനും ഫത്ഹ് തെൻവീനും. ഇതിന്റെ രൂപം തന്നെ വ്യത്യാസമുണ്ട്. ഈ രണ്ട് ലൊമ്മ് ഒരേപോലെ ഇരിക്കുന്നു. ഈ ഫതഹ് തൻവീന് ഒരു ഫത്ത് ഇങ്ങോട്ടും ഒരു ഫത്ത് കുറച്ച് അങ്ങോട്ടും നീണ്ടു നിൽക്കുന്നു. ഈ നിയമം നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, എങ്കിലും പറയുകയാണ്, ഇങ്ങനെയുള്ള തൻവീന് ഇദ്ഗാമിനെയും ഇഖ്ഫാഇനെയും സൂചിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാം. അതുപോലെ ഇവിടെ ലൊമ്മു തൻവീൻ ഒന്ന് മറച്ചിട്ടിരിക്കുന്നു. ഫതഹ് തൻവീൻ ആണെങ്കിൽ ഒരേപോലെ, ഇതേപോലെയല്ല, ഒരേപോലെ പാരലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഇദ്ഹാറിനെ സൂചിപ്പിക്കുന്നു. സീന് ഫിൽ ഖൽഖി ബസ്ത അൽ മുസൈത്തിറൂൻ. ഈ സീന് സ്വാദിന്റെ മുകളിൽ കണ്ടാൽ സ്വാദിനെ സീനായിട്ട് ഉച്ചരിക്കണം. ഈ സീനിനെ സ്വാദിന്റെ മുകളിൽ കണ്ടാൽ സ്വാദിനെ സീനായിട്ട് ഉച്ചരിക്കണം. എന്നാൽ സ്വാദിന്റെ അടിയിൽ സീനിനെ കണ്ടാൽ ഇവിടെ സ്വാദായിട്ട് തന്നെ ഉച്ചരിക്കണം. മീമ് അൽ വഖ്ഫു ലാസിം, വാല് നീണ്ട മീമാണിത്. ഇത് എവിടെ കണ്ടാലും അവിടെ സ്റ്റോപ്പ് ചെയ്യൽ, വഖഫ് ചെയ്യൽ നിർബന്ധമാകുന്നു. ഈ മീമ്, ഇത് മീമിലെ വാല് തൂങ്ങിയ വാലാണ്, ഇത് നീണ്ട വാല്, വ്യത്യാസമുണ്ട്. ഇങ്ങനെ കണ്ടാൽ ഇവിടെ ഇഖ്ലാബിനെ സൂചിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. വേറൊരു സീന്, ഈ സീന് സക്ത് എന്ന് പറയും. അവിടെ നിശബ്ദത പാലിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഇവിടെ കല്ലാ ബൽ എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു സീനിനെ കാണാം. ഈ സീനാകുന്നു സക്കത്തയുടെ സീൻ എന്നൊക്കെ പറയും. ഇവിടെ ശ്വാസം അല്പം പിടിച്ചു നിർത്തി ചേർത്തി ഓതണമെന്നാണ്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഖുർആനിൽ 5 സ്ഥലങ്ങളിൽ ഈ സീനിനെ കാണാം. ഇവിടെ അല്പം ശ്വാസം പിടിച്ച് ചേർത്തി ഓതേണ്ടതാകുന്നു. ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങളാകുന്നു. അത് പാരായണം ചെയ്യുമ്പോൾ മറന്നു പോകരുതെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അടുത്തതായി അഹ്കാമുൻ നൂനി സാക്കിന വ തൻവീൻ. തജ്വീദിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാകുന്നു സുക്കൂനുള്ള നൂനിന്റെയും തെൻവീനിന്റെയും വിധികൾ. ഇതാകുന്നു സുക്കൂനുള്ള നൂന്, ഇതാകുന്നു തെൻവീൻ. ഈ രണ്ട് അടയാളത്തെയും രണ്ട് നൂനിനെയും ഇത് രണ്ടും രണ്ട് രൂപത്തിൽ എഴുതി എന്നല്ലാതെ ഇതിൻ്റെ ഹുക്കുമുകൾ ഒന്ന് തന്നെയാണ്, ഉച്ചാരണം ഒന്ന് തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ നിയമങ്ങൾ, അതായത് ഈ നൂനിൻ്റെയും തെൻവീനിൻ്റെയും തൊട്ട് പിന്നിൽ അറബി അക്ഷരങ്ങളിൽപ്പെട്ട 28 അക്ഷരം വന്നു കഴിഞ്ഞാൽ ഈ നൂനിനെയും തെൻവീനെയും എന്ത് ചെയ്യണം? ഇതാണ് ചർച്ചാ വിഷയം. സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ തൊട്ട് പിന്നിൽ 28 അറബി അക്ഷരങ്ങൾ വന്നാൽ നൂനിനെയും തെൻവീനിനെയും എന്ത് ചെയ്യണം?
ഇതിനെ 5 നിയമങ്ങളായിട്ടാണ് പണ്ഡിതന്മാർ വേർതിരിച്ചിരിക്കുന്നത്. അതിൽപ്പെട്ട ഒന്നാമത്തത് അൽ ഇൽഹാർ എന്ന് പറയും. തജ്വീദിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് അഹ്കാമുൻ നൂനി സാക്കിന വ തൻവീൻ, സുക്കൂനുള്ള നൂനിന്റെയും തെൻവീനിന്റെയും വിധികൾ. ഒന്നാമത്തെ വിധി അൽ ഇൽഹാർ എന്ന് പറയും. അൽ ഇൽഹാർ എന്ന് വെച്ചാൽ വ്യക്തമാക്കുക. ആരെ വ്യക്തമാക്കുക? സുക്കൂനുള്ള നൂനിനെയും തെൻവീനിനെയും വ്യക്തമാക്കുക. എപ്പോൾ വ്യക്തമാക്കുക? ഈ നൂനിന്റെയും തെൻവീനിന്റെയും തൊട്ട് പിന്നിൽ ഹൽക്കിന്റെ അക്ഷരം എന്ന് നേരത്തെ നാം പഠിച്ച 6 അക്ഷരങ്ങളുണ്ട്. ഹംസ് ഹ, ഐൻ ഹ, ഗൈൻ ഖ. ഹംസ് ഹ, ഐൻ ഹ, ഗൈൻ ഖ. തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളായതുകൊണ്ട് അതിന് ഹുറൂഫുൽ ഹൽഖ് എന്ന് പറയും. ഹുറൂഫു ഹൽഖിൻ സിത്തത്തുൻ ഹംസും വഹാ ഐനും വഹാഉൻ സുമ്മ ഗൈനുൻ സുമ്മ ഖാ. ഇതാണ് ഹുറൂഫുൽ ഹൽഖ്. ഈ 6 അക്ഷരങ്ങൾക്ക് തൊട്ട് മുന്നിൽ സുക്കൂനുള്ള നൂനോ തെൻവീനോ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റം ശ്രദ്ധിക്കുക. ഇവിടെ യൻ ഔന, സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. 2 മിൻഹും, സുക്കൂനുള്ള നൂനിന് ശേഷം ഹ വന്നിരിക്കുന്നു. 3 ഐന്, സുക്കൂനുള്ള നൂനിന് ശേഷം ഐന് വന്നിരിക്കുന്നു. മിൻ അമൽ ഹ, അലീമുൻ ഹക്കീം, തെൻവീനു ശേഷം ഹ വന്നിരിക്കുന്നു. ഗൈൻ ഖൗലൻ ഗൈറു, തെൻവീനു ശേഷം ഗൈൻ വന്നിരിക്കുന്നു. ഖ ലത്തീഫുൻ ഖബീർ, തെൻവീനു ശേഷം ഖ വന്നിരിക്കുന്നു. ഇങ്ങനെ സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീനിന്റെയോ തൊട്ട് പിന്നിൽ ഈ 6 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ നൂനിനെയും തെൻവീനിനെയും വ്യക്തമാക്കണം, വെളിവാക്കണം. ഇതിന് ഇൽഹാർ എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെ നമുക്ക് പാരായണം ചെയ്യാം? യൻ ഔന മിൻഹും മിൻ അമൽ അലീമുൻ ഹക്കീം ഖൗലൻ ഗൈറു ലത്തീഫുൻ ഖബീർ. തെൻവീനെ വളരെ വ്യക്തമാക്കി പറയണം. അതിൽ രണ്ടാമത്തെ നിയമമാണ് ഇഖ്ലാബ്. ഇഖ്ലാബ് എന്ന വാക്കിന്റെ അർത്ഥം മാറ്റിമറിക്കുക. ഇൻഖിലാബ്, ഇൻഖിലാബ് സിന്ദാബാദ് എന്നൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞ ആ ഇൻഖിലാബ് തന്നെയാണ് ഇഖ്ലാബ്. മാറ്റിമറിക്കുക, മാറ്റം വരുത്തുക. ആരെ മാറ്റം വരുത്തണം? സുക്കൂലുള്ള നൂനിന്റെയും തെൻവീനിന്റെയും. എപ്പോൾ മാറ്റം വരുത്തണം? നൂനിന്റെയും തെൻവീനിന്റെയും തൊട്ട് പിന്നിൽ ബ എന്ന അക്ഷരം വന്നാൽ. നോക്കൂ, മിം ബഅദി, സുക്കൂലുള്ള നൂനിന് ശേഷം ബ വന്നിരിക്കുന്നു. സമീഉം ബസീർ, തെൻവീനു ശേഷം ബ വന്നിരിക്കുന്നു. ഇങ്ങനെ വന്നാൽ ഈ നൂനിനെയും തെൻവീനിനെയും മീമാക്കി മറിച്ച് മണിച്ചോദണം. അതാണ് ഇഖ്ലാബ്. ബ എന്ന അക്ഷരത്തിന്റെ തൊട്ട് മുന്നിൽ സുക്കൂനുള്ള നൂനോ തെൻവീനോ വന്നാൽ തെൻവീനിനെയും നൂനിനെയും മീമാക്കി മറിച്ച് മണിച്ചോദണം. അതാണ് കവി പറഞ്ഞത്, വായന്നോരക്ഷരത്തിൻ മുന്നിലായി മുന്തി നൂനും തെൻവീനും മാറ്റി മീമായി മണിച്ചോദുവീ. അടുത്ത് നോക്കൂ, ഇദ്ഗാം ബിഗുന്ന. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പിക്കുക. ഏതുപോലെ? സുക്കൂനുള്ള ഒരു അക്ഷരത്തെ ഹർക്കത്തുള്ള ഒരു അക്ഷരത്തിൽ കൂട്ടി ലയിപ്പിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയാം. ഇതുപോലെ മ പ്ലസ് മ ഈസിക്കൽ ടു മ എന്നതുപോലെ 2 അക്ഷരങ്ങളെ പരസ്പരം കൂട്ടി ഇരട്ടിപ്പിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുക. ബിഗുന്ന, ഗുന്നത്ത് എന്ന് പറഞ്ഞാൽ മണിക്കുക. അതായത് തരിമൂക്കിലൂടെ സൗണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് ഗുന്നത്ത് ഗുന്നത്ത് എന്ന് പറയുക. ചില സൗദികളൊക്കെ പറയുന്നത് കേൾക്കാം, യാ ഷെയ്ഖ് ഇൻ തഗന്നി ഷോയ്യ, ഒരു പാട്ട് പാടിയ, കുറച്ച് പാട്ട് പാടിയ എന്ന് പറയും.
ഗുന്നത്തിന് പാട്ടി എന്നർത്ഥമുണ്ട്. അത് നല്ല താളം, ശ്രുതി, രാഗം, ട്യൂണ് എന്നൊക്കെ പറയാം. ഈ നൂനും മീമും തരിമൂക്കിലൂടെ ഉച്ചരിച്ചെങ്കിൽ മാത്രമേ അതിന് ഒരു ശൈലി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആ അക്ഷരത്തിന് അൻഫി എന്ന് പേര് പറയുന്നത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പരാമർശിച്ചതാണ്. ഇവിടെ ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞാൽ മണിച്ചു കൊണ്ട് ഇരട്ടിപ്പിക്കണം. മണിച്ചു കൊണ്ട് ഇരട്ടിപ്പിക്കണം. ആരെ? നൂനിനെയും തെൻവീനിനെയും. എപ്പോൾ? ആ നൂനിന്റെയും തെൻവീനിന്റെയും തൊട്ട് പിന്നിൽ ഈ 4 അക്ഷരം വരണം. അടുത്തതായി ഇദ്ഗാം ബിഗുന്ന. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പിക്കുക, ഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കുക, ഇരട്ടിപ്പിച്ച് മണിച്ചോതുക. ആര്? സുക്കൂനുള്ള നൂനിനെയും തെൻവീനിനെയും. എപ്പോൾ? സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീനിന്റെയോ തൊട്ട് പിന്നിൽ ഈ 4 അക്ഷരങ്ങൾ വരുമ്പോൾ ഈ 4 നൂൻ, മീം, വാവ്, യ, ഈ 4 അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീനിന്റെയോ തൊട്ട് പിന്നിൽ വന്നാൽ അതിനെ മണിച്ച് ഇരട്ടിപ്പിച്ച് ഓതണമെന്നാണ്. ഉദാഹരണമായി നോക്കൂ. മന്നശാഉ. ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ഈ നൂന് വന്നിരിക്കുന്നു. ഇവിടെ മിൻ മിമ്മാഇൻ സുക്കൂനുള്ള നൂനിന് ശേഷം ഈ മീം വന്നിരിക്കുന്നു. ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ഈ വാവ് വന്നിരിക്കുന്നു. ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ഈ യാ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ തെൻവീന് ശേഷം നൂന് വന്നിരിക്കുന്നു. ഇതേ നൂന്. ഇവിടെ തെൻവീന് ശേഷം മീം വന്നിരിക്കുന്നു. ഇവിടെ തെൻവീന് ശേഷം വാവ് വന്നിരിക്കുന്നു. ഇവിടെ തെൻവീന് ശേഷം യാ വന്നിരിക്കുന്നു. ചുരുക്കത്തിൽ ഈ 4 അക്ഷരത്തിൻ്റെയും തൊട്ട് മുന്നിൽ സുക്കൂനുള്ള നൂനും തെൻവീനും വന്നിരിക്കുന്നു. ഇങ്ങനെ വന്നാൽ നൂനിനെയും തെൻവീനെയും ഇരട്ടിപ്പിച്ച് മണിച്ച് ഓതണം എന്നാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഇവിടെ നൂന് വന്നിരിക്കുന്നത് ഒരു പദത്തിലും ഈ നൂന് വന്നിരിക്കുന്നത് മറ്റു പദത്തിലുമാണ്. ഇവിടെ നോക്കൂ, നൂന് ഇപ്പുറത്ത്, മീം അപ്പുറത്ത്. ഇവിടെയും നൂന് ഒരു ഭാഗത്ത്, വാവ് മറ്റൊരു ഭാഗത്ത്. ഇവിടെ തെൻവീൻ ഒരു ഭാഗത്ത്, നൂന് മറ്റൊരു ഭാഗത്ത്. എല്ലാം 2 പദത്തിലായിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. നേരെ മറിച്ച് ഇവിടെ നോക്കൂ, ഇൽഹാർ പറഞ്ഞപ്പോൾ ഒരൊറ്റ പദത്തിലാണ് നൂനും ഹാവും വന്നിരിക്കുന്നത്. നൂനും ഹംസ ഒരു പദത്തിൽ വന്നിരിക്കുന്നു. എന്നാൽ ഈ ഉദാഹരണം നൂനും തെൻവീനും ഒരു പദത്തിലും ഈ 4 അക്ഷരങ്ങൾ മറ്റൊരു പദത്തിലുമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ നിയമം ഇവിടെ ബാധകമാവുകയുള്ളൂ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ സുക്കൂനുള്ള നൂന് ശേഷം ഒരു നൂന് വന്നു. ഇവിടെ നൂന് ശേഷം മീം വന്നു. പക്ഷേ ഇവ തമ്മിൽ ഇരട്ടിപ്പിക്കുമ്പോൾ ശബ്ദോട് കൂടി ഇരട്ടിപ്പിക്കണമെന്നാണ്. അതായത് മൻ പ്ലസ് നശാഉ ഈസിക്കൽ ടു മൻ നശാഉ. അതുപോലെ മിൻ പ്ലസ് മാ ഈസിക്കൽ ടു മിം മാഇൻ. ഈ മീമിനും നൂനും ശബ്ദ് വന്നിരിക്കുന്നു. അതേപോലെ നോക്കൂ, തെൻവീന് ശേഷം നൂന് വന്നു. ഇവിടെയും അതേപോലെ തന്നെ ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും. ഇവിടെ ഖൗലം മഅറൂഫ. ഇവിടെയും ശബ്ദ് വന്നിരിക്കുന്നു. അപ്പോൾ സുക്കൂനുള്ള നൂനിന്റെയും തെൻവീനിന്റെയും ശേഷം നൂനും മീമും വന്നാൽ ശബ്ദോട് കൂടി ഇരട്ടിപ്പിക്കണം എന്ന് മനസ്സിലായി. അതുകൊണ്ട് അതിന് ഇദ്ഗാം കാമിൽ, പരിപൂർണമായ ഇരട്ടിപ്പിക്കൽ എന്നർത്ഥം വരും. ഇദ്ഗാം കാമിൽ. എന്നാൽ വാവും യാവും ശ്രദ്ധിക്കൂ, നൂനിന് ശേഷം വാവ് വന്നു, പക്ഷെ ശബ്ദില്ല. യാക്ക് സുക്കൂല നൂനിന് ശേഷം യാ വന്നു, യാക്കും ശബ്ദില്ല. ഇവിടെ നോക്കൂ, തെൻവീന് ശേഷം വാവ് വന്നു, ഇവിടെയും ശബ്ദില്ല. ഇവിടെ തെൻവീന് ശേഷം യാ വന്നു, ഇവിടെയും ശബ്ദില്ല. ഇവിടെ ശബ്ദില്ലാതെ ഇരട്ടിപ്പിക്കണമെന്നാണ്. കാരണം യാവും വാവും ശരിക്ക് ഒരു നിശ്ചിത പോയിന്റിൽ നിന്നല്ല ഉത്ഭവിക്കുന്നത്, പുറപ്പെടുന്നത്. അതുകൊണ്ട് അതിന് സ്ഥിരതയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ശബ്ദില്ലാതെ ഇരട്ടിപ്പിക്കണമെന്നാണ്.
ഒന്നും ഷദ്ദില്ലാതെയാണ് ഇരട്ടിപ്പിച്ചത്. അതുകൊണ്ട് ഇതിന് നാഖിസ് എന്ന് പേര് പറയും. നാഖിസ് ഷദ്ദോട് കൂടി ഉച്ചരിക്കുമ്പോൾ അതിന് കാമിൽ എന്ന് പറയും. ഇപ്പൊ എങ്ങനെ പാരായണം ചെയ്യാം? മൻ നശാഉ മിമ്മാഇൻ ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖൗലം മഅറൂഫാ. ഇതൊക്കെ ഷദ്ദോട് കൂടി. ഇനി ഷദ്ദില്ലാതെ മിവാഖ് മൻ യഖൂലു റഹീമു വദൂദ് വുജൂഹു യൗമഇദിൻ നാഇമ. ഇതാണ് മൂന്നാമത്തെ ഹുക്മ്. നാലാമത്തേത് നോക്കൂ, ഇദ്ഗാം ബിലാ ഗുന്ന. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇരട്ടിപ്പിക്കുക. ബിഗുന്ന എന്ന് പറഞ്ഞാൽ മണിച്ചുകൊണ്ട്. ഇവിടെ ബിലാ ഗുന്ന മണിക്കാതെ ഇരട്ടിപ്പിക്കണം എന്നാണ്. മണിക്കാതെ ഇരട്ടിപ്പിക്കണം. ആര്? നൂനിനെയും തൻവീനിനെയും. എപ്പോൾ? അതിന്റെ തൊട്ട് പിന്നിൽ ലാമോ റാഓ വന്നാൽ. അപ്പോൾ ഈ നിയമം നമുക്ക് എങ്ങനെ പറയാം? സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ തൊട്ട് പിന്നിൽ ലാമോ റാഓ വന്നാൽ നൂനിനെയും തൻവീനിനെയും മണിക്കാതെ ഇരട്ടിപ്പിച്ച് ഓതേണ്ടതാണ്. നൂനിനെയും തൻവീനിനെയും മണിക്കാതെ ഇരട്ടിപ്പിച്ച് ഓതേണ്ടതാകുന്നു. ഉദാഹരണം നോക്കൂ, മിൻ പ്ലസ് ലദുന്ന ഈസിക്കൽ ടു മില്ലദുന്ന. നൂനിന് ശേഷം ലാമു വന്നിരിക്കുന്നു. ഇവിടെയും നൂനിന് ശേഷം റാ വന്നിരിക്കുന്നു. ഇപ്പൊ എങ്ങനെ പാരായണം ചെയ്യും? മിർറബ്ബിഹിം. ഇവിടെ നോക്കൂ, തൻവീനിന് ശേഷം ലാമു വന്നിരിക്കുന്നു. ഇവിടെ തൻവീനിന് ശേഷം റാ വന്നിരിക്കുന്നു. ഇവിടെയും വൈലുൽ ലികുല്ലി ഗഫൂറുർ റഹീം. അപ്പോൾ സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ തൊട്ട് പിന്നിൽ ലാമോ റാഓ വന്നാൽ മണിക്കാതെ ഇരട്ടിപ്പിച്ചോതേണ്ടതാകുന്നു. ലാമും വറാഉം മദ്ഗുന്നത്തല്ലൈ ഇദ്ഗാം ചെയ്തിട്ടേ ഓതിടയാർ. ലാമും വറാഉം വഗുന്നത്തല്ലൈ ഇദ്ഗാം ചെയ്തിട്ടേ ഓതിടയാർ. വൈലുൽ ലികുല്ലിയും മിർ റബ്ബിഹിം. അതിനുള്ള മസലായുരത്തിടുന്നു. അവസാനമായി നോക്കൂ, ഇഖ്ഫാഉൻ ബിഗുന്ന. ഇഖ്ഫാഉൻ ബിഗുന്ന. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ അവ്യക്തമാക്കുക, ഒളിപ്പിച്ച് വെക്കുക. പിന്നെ അതുപോലെ ബിഗുന്ന മണിച്ചുകൊണ്ട്. ഇഖ്ഫാഉൻ ബിഗുന്ന മണിച്ച് അവ്യക്തമാക്കുക. നോക്കൂ, അതിന് 15 അക്ഷരങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ഇദ്ഹാറിന് 6 അക്ഷരം പോയി, ഇഖ്ലാബിന് 1 അക്ഷരം, ഇദ്ഗാം ബിഗുന്നക്ക് 4 അക്ഷരം, ഇദ്ഗാം ബിലാഗുന്നക്ക് 2 അക്ഷരം. ബാക്കി 15 അക്ഷരങ്ങൾ ഇഖ്ഫാഉൻ ബിഗുന്നക്കുള്ളതാണ്. അത് നോക്കൂ, ഏതൊക്കെ അക്ഷരങ്ങൾ? ഇതാ, دم طيبا زد فيه تقاضع ظالما. صف ذا ثنا كم جاد شخص قد سما دم طيبا زد فيه تقاضع ظالما. ഈ പദ്യത്തിൽ 15 വേർഡുകളുണ്ട്. ഓരോ വേർഡിലെയും ഒന്നാമത്തെ അക്ഷരം പെറുക്കിയെടുത്താൽ നമുക്ക് ഇഖ്ഫാഇന്റെ 15 അക്ഷരങ്ങൾ എടുക്കാൻ സാധിക്കും. ഏതൊക്കെയാണ്? സ്വിഫ് എന്നതിലുള്ള സ്വാദ്, ദാല് തന്നെ. ഇതിലെ സ, കാഫ്, ഷീൻ, ഖാഫ്, സീൻ, ദാൽ, ത്വാ, സായ്, ഫി, ത, ദ്വ, ള. ഈ 15 അക്ഷരങ്ങളെ പെറുക്കിയെടുക്കാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 2 വരി പദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അക്ഷരങ്ങളുടെ തൊട്ട് മുന്നിൽ സുക്കൂനുള്ള നൂനോ തെൻവീനോ വന്നാൽ നൂനിനെയും തെൻവീനിനെയും അവ്യക്തമാക്കി മണിച്ച് ഓതണം. നോക്കൂ, അക്ഷരങ്ങൾ. ഒന്ന് സ്വാദ്. സുക്കൂനുള്ള
സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ് വന്നിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? നൂനിനെ മണിച്ച് അവ്യക്തമാക്കണം. എഴുത്തിൽ നൂനുണ്ടെങ്കിലും ഉച്ചാരണത്തിൽ നൂനെ കാണുകയില്ല. യാൻസുറുക്കും നൂൻ അവ്യക്തമാണ്, എഴുത്തിൽ നിർബന്ധം. ഇപ്പോൾ നോക്കൂ, സാക്കിനായ നൂനിന് ശേഷം ഷീൻ വന്നിരിക്കുന്നു. ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ഖാഫ് വന്നിരിക്കുന്നു. ഇവിടെ സാക്കിനായ നൂനിന് ശേഷം കാഫ് വന്നിരിക്കുന്നു. അപ്പൊ എങ്ങനെ ഓതും? ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം സാ വന്നിരിക്കുന്നു. ഇവിടെ തൻവീനു ശേഷം ത്വ വന്നിരിക്കുന്നു. തൻവീനു ശേഷം ദാൽ വന്നിരിക്കുന്നു. ജീം തൻവീനു ശേഷം ജീം വന്നിരിക്കുന്നു. തൻവീനു ശേഷം ഫ വന്നിരിക്കുന്നു. ഇവിടെ തൻവീനു ശേഷം താ വന്നിരിക്കുന്നു. തൻവീനു ശേഷം താ വന്നിരിക്കുന്നു. ജന്നാത്തിൻ തജ്രി. അപ്പൊ സഹോദരന്മാരെ, അഹ്കാമുൻ നൂനി സാക്കിന വ തൻവീൻ എന്ന വിഷയത്തിലെ 5 നിയമങ്ങളാണ് നാം ഇപ്പോൾ വിവരിച്ചത്. ഒന്നാമത്തത് ഇദ്ഹാർ, വ്യക്തമാക്കുക. ആരെ വ്യക്തമാക്കണം? നൂനിനെയും തെൻവീനിനെയും. എപ്പോൾ വ്യക്തമാക്കണം? ഹൽക്കിന്റെ അക്ഷരങ്ങളിൽപ്പെട്ട 6 അക്ഷരങ്ങളുടെ മുന്നിൽ നൂനോ തെൻവീനോ വന്നാൽ നൂനിനെയും തെൻവീനെയും വ്യക്തമാക്കണം. രണ്ടാമത്തത് ഇഖ്ലാബ്, മാറ്റിമറിക്കുക. സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീനിന്റെയോ തൊട്ട് പിന്നിൽ ബ എന്ന അക്ഷരം വന്നാൽ നൂനിനെയും തെൻവീനിനെയും മാറ്റിമറിക്കണം. മീമായി മാറ്റിമറിച്ച് മണിച്ചോദനം. മൂന്നാമത്തത് ഇദ്ഗാം ബിഗുന്ന, അതായത് മണിച്ച് ഇരട്ടിപ്പിക്കുക. സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീനിന്റെയോ തൊട്ട് പിന്നിൽ നൂന്, മീം, വാവ്, യ എന്നീ 4 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് 2 പദത്തിലായും കൊണ്ട് വന്നാൽ അവിടെ